ആപ്പത്തിനും ചപ്പാത്തിക്കും നൂലപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു പനീർ കറി ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവ് ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരും കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് പൊടിയുപ്പ് ചേർത്ത് വറ്റിച്ച് പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നുണ്ടോ. ഇതിലോട്ട് 2 കീറിയ 2 പച്ചമുളക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ. ഒന്ന് പച്ചമണമൊക്കെ മാറിയ ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉടഞ്ഞു വരുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയ ശേഷം 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ പനീറും കൂടി ചേർത്തിട്ട് മെല്ലെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇല്ല വെച്ച് ഈ പനീർ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പനീറിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് കുക്ക് ചെയ്ത ശേഷം 3-4 തണ്ട് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം തേങ്ങാപ്പാൽ എടുത്ത ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ കറി തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.